മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽഡർ റിലേറ്റഡ് മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സീരീസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 6 വീഡിയോ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് വൺ, ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ് ഈസ് ഓപ്ഷൻ എ സെൻറ്റിഗ്രേഡ്, ഓപ്ഷൻ ബി കലോറി, ഓപ്ഷൻ സി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ സെൻറ്റിഗ്രേഡ് ഫാരൻഹീറ്റും എല്ലാം ടെമ്പറേച്ചറിൻ്റെ മെഷർമെൻറ്റ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഹീറ്റിൻ്റെ കേസിലാണെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. എനർജിയുടെ യൂണിറ്റ് വരുന്നത് കലോറി, ജൂള്, ആ ഒരു യൂണിറ്റ്സൊക്കെയാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടുത്തെ ആൻസർ കലോറിയാണ് വരുന്നത്, ഓപ്ഷൻ ബി. ദ നെക്സ്റ്റ് വൺ, വിച്ച് മെറ്റൽ ഈസ് മോർ റൂട്ട് ഓപ്പണിംഗ്, വൈഡർ ഗ്രൂവ് ആംഗിൾ ആൻഡ് മോർ നമ്പർ ഓഫ് ടാക്ക് വെൽഡ്സ് ആർ എസെൻഷ്യൽ ഇൻ ആർക്ക് വെൽഡിംഗ്. അപ്പോൾ ഇവിടെ മോർ റൂട്ട് ഓപ്പണിങ്ങും വൈഡർ ഗ്രൂവ് ആംഗിളും ഒക്കെ കൊടുക്കുന്ന ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പറാണ്. അപ്പോൾ കോപ്പറിൻ്റെ കേസിലാണ് നമ്പർ ഓഫ് ടാക്ക് വെൽഡൊക്കെ കൊടുത്തിട്ട് ആ ഒരു വെൽഡിങ് ചെയ്യുന്നത്. ദ തേർഡ് വൺ, ലൈറ്റ് ഹാമറിംഗ് ഓഫ് ദ വെൽഡ് മെറ്റൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വെൽഡ് ഡെപ്പോസിഷൻ. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു പ്രിവെൻറ്റ് ഡിസ്റ്റോർഷൻ. അപ്പോൾ ഇവിടെ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് പീനിങ് പ്രോസസ്സാണ്. ഒരു ഹാമർ ഉപയോഗിച്ചിട്ട് ഹാമറിങ് ആക്ഷൻ ചെയ്തിട്ട് തന്നെയാണ് പീനിങ് നടത്തുന്നത്. അതേപോലെ തന്നെ ചിപ്പിംഗ് ഹാമർ എന്ന് പറഞ്ഞിട്ട് ഹാമറിങ് ചെയ്യുന്നത് സ്ലാഗ് റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പീനിങ്ങും സ്ലാഗിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിപ്പിംഗ് പ്രോസസ്സും ചെയ്യാറുണ്ട്. അപ്പോൾ ആഫ്റ്റർ വെൽഡിങ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്ലാഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിപ്പിംഗ് ഓപ്പറേഷൻ. അപ്പോൾ അത് എഡ്ജൊക്കെ ഷാർപ്പായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹാമറാണ് ചിപ്പിംഗ് ഹാമർ. അപ്പോൾ അതിൻ്റെ സഹായത്താൽ വെൽഡിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിമൂവൽ ഓഫ് സ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിപ്പിംഗ് ഓപ്പറേഷൻ എന്നാണ് അറിയപ്പെടുക. പിന്നെ അടുത്തത് വരുന്നത് സ്ട്രെസ് റിമൂവലിന് വേണ്ടി ചെയ്യുന്ന പീനിങ് ഓപ്പറേഷൻ, അതായത് ഹാമറിൻ്റെ പീന് വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു വർക്കാണ്. അതുകൊണ്ടാണ് പീനിങ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം വല്ല ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് വെൽഡിങ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് അതും ചെയ്യാറുണ്ട്. ഇവിടെ ആൻസർ വരുന്നത് പീനിങ് ആണ്. സ്ട്രെസ് റിമൂവലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത് പീനിങ് ആണ്. ദ നെക്സ്റ്റ് വൺ, ദ തേർഡ് കമ്പാർട്ട്മെൻറ്റ് കണ്ടെയ്ൻസ് ഇൻ ദ പ്യൂരിഫയർ ഈസ് ഓപ്ഷൻ എ പ്യൂരിഫയിങ് കെമിക്കൽസ്, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി പ്യൂമിക് സ്റ്റോൺസ്, ഓപ്ഷൻ ഡി ഫിൽട്ടർ വൂൾ. ഒരു പ്യൂരിഫയറിൻ്റെ തേർഡ് കമ്പാർട്ട്മെൻറ്റിലുള്ള ആ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഫിൽട്ടർ വൂളാണ്. ഫിൽട്ടർ വൂളാണ് നമുക്കവിടെ കാണാൻ പറ്റുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, നെയിം ദ മെറ്റൽ വിച്ച് ഡസ് നോട്ട് അലോ എക്സ്റേസ് ടു പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ടിന്ന് വരുന്നുണ്ട്, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി ലെഡ്, ഓപ്ഷൻ ഡി കോപ്പർ. സോ ലെഡാണ് എക്സ്റേനെ പാസ് ചെയ്യാത്ത ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. പുറത്ത് വെക്കണം, ലെഡ് എക്സ്റേസ് പാസ് ചെയ്യില്ല. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ഹെൽപ്സ് റിട്ടൈനിങ് ദ മോൾട്ടൺ മെറ്റൽ ഡെപ്പോസിറ്റഡ് ഓൺ ദ ജോയിൻറ്റ് ഇൻ ഓവർഹെഡ് വെൽഡിങ്. അപ്പോൾ അവിടെ വെൽഡിനെ ജോയിൻ ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സർഫസ് ടെൻഷനാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ആക്ഷൻ പ്രകാരമാണ് ആ ഒരു വെൽഡിങ് മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ വരികയും അത് അവിടെ സ്റ്റിക്കായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ഫ്രിക്ഷൻ വെൽഡിങ് ഈസ് സ്യൂട്ടബിൾ ടു വെൽഡ്. ഓപ്ഷൻ എ റെക്റ്റാങ്കുലർ ജോബ്, ഓപ്ഷൻ ബി സ്ക്വയർ ജോബ്, ഓപ്ഷൻ സി ഇറഗുലർ ജോബ്, ഓപ്ഷൻ ഡി സർക്കുലർ ജോബ്. ഇപ്പോൾ ഫ്രിക്ഷൻ വെൽഡിങ് എന്നൊക്കെ പറയുന്നത് 2 മെറ്റീരിയൽ തമ്മിൽ ടച്ച് വെച്ച് ഹൈ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ തമ്മിൽ മേറ്റ് ചെയ്യിക്കുക. അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ ഫ്രിക്ഷൻ ഹീറ്റിന് കാരണമാവും. അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസ് മെൽറ്റായിട്ട് ജോയിനിങ് ആവുന്ന ഒരു പ്രോസസ്സാണ് ഫ്രിക്ഷൻ വെൽഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് ലെയ്ത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീൻസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഫ്രിക്ഷൻ വെൽഡിങ് ചെയ്യുന്നത്. പിന്നെ ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്.
അപ്പോൾ അതും ഇതിന് പകരം ഒരു ടൂളും കൂടി ഇവിടെ യൂസ് ചെയ്യും. ആ ടൂള് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് മെറ്റൽസിനെ ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ അത് മില്ലിംഗ് മെഷീനിലൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ വെൽഡിംഗ് മെഷീൻ തന്നെ ഉണ്ട്, ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് മെഷീൻ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ, ദ വെൽഡിംഗ് ബ്ലോ പൈപ്പ് നോസിൽ സൈസ് ഫോർ വെൽഡിംഗ് 3mm ഷീറ്റ്. ഇതിൻ്റെ ബ്ലോ പൈപ്പ് നോസിലിൻ്റെ ഒരു സൈസ് ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തിക്നെസ്സും അതിൻ്റെ നോസിൽ സൈസും എത്ര വേണമെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3mm ആണ് ക്വസ്റ്റ്യൻ, 7 നമ്പറാണ് ആൻസർ വരുന്നത്. അപ്പോൾ ആ ഒരു ബ്ലോ പൈപ്പിൻ്റെ നോസിലിൻ്റെ സൈസ് വരേണ്ടത് 7 ആണ്. ദ നെക്സ്റ്റ് വൺ, ഇൻ ആർക്ക് വെൽഡിംഗ് ഐസ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ്. അൾട്രാ വയലറ്റ് റേസിൽ നിന്നുമാണ് നമുക്ക് കണ്ണിന് പ്രൊട്ടക്ഷൻ കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗോഗിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫ്ലോയിങ് വെൽഡിംഗ് പ്രോസസ് യൂസസ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അത് ടിഗ് വെൽഡിങ്ങിൻ്റെ കേസിൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ നമ്മൾ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുക. The next one, the main criterion for selection of electrode diameter in arc welding. അവിടുത്തെ ഇലക്ട്രോഡിൻ്റെ ഡയമീറ്റർ ചൂസ് ചെയ്യാൻ കാരണമാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റീരിയലിന് എത്ര തിക്നെസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഇലക്ട്രോഡിൻ്റെ ഡയമീറ്റർ നമ്മൾ തീരുമാനിക്കാറ്. ദ നെക്സ്റ്റ് വൺ, ദ കട്ടിംഗ് ആംഗിൾ ഓഫ് എ സ്ട്രെയിറ്റ് സ്നിപ്പ്. ഇപ്പോൾ സ്ട്രെയിറ്റ് സ്നിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസാണ്, ഷീറ്റ് മെറ്റൽ കട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് ആംഗിൾ വരുന്നത് 87 ഡിഗ്രിയാണ്. 87 ആണ് നമുക്ക് ആൻസർ വരുന്നത്. The next one, name the instrument or tool used for transfer and setting of distances. ഇപ്പം സ്റ്റീൽ റൂൾ നമുക്കറിയാം, ഒരു സ്കെയിൽ തന്നെയാണ് മെഷറിങ് ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള. സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുമ്പം സ്കെയിലിനേക്കാളും കുറച്ചുകൂടി തിക്കായ രൂപം സ്ട്രെയിറ്റ് ലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എൽ സ്ക്വയർ, ട്രൈ സ്ക്വയർ എന്ന് പറയുന്നതൊക്കെ സെയിം ഡിവൈസാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ സെറ്റിംഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് വിങ് കോമ്പസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി വിങ് കോമ്പസ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദ കറക്റ്റ് ഇലക്ട്രോഡ് ആംഗിൾ ഈസ് യൂസ്ഡ് ഇൻ ആർക്ക് വെൽഡിംഗ് വിത്ത് ദ വെൽഡ് ലൈൻ ഈസ്. അപ്പോൾ അത് കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ അതിൻ്റെ ഫിഗർ കാണിച്ചിരുന്നു. അപ്പോൾ 70 to 80 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ നമ്മൾ കൊടുക്കേണ്ടത്. ഇലക്ട്രോഡിൻ്റെ ആംഗിൾ 70 to 80 ഡിഗ്രിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. The next one, what is the identification of tip color for 2% thorium added in tungsten electrode. അപ്പോൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൽ 2% തോറിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു റെഡ് കളറിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും. റെഡ് കളറിൻ്റെ എഫക്റ്റാണ് ഇവിടെ വരുന്നത്, അത് ഓർത്ത് വെക്കുക. The next one, what is the name of space left blank in the gas cutting. ഗ്യാസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മെറ്റീരിയൽ നമ്മളിവിടെ ഒരു കട്ടിങ് നടത്തുന്നത് കാണിച്ചിട്ടുണ്ട്. ആ കട്ടിങ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരും. നമ്മളിവിടെ എത്രയാണോ കട്ടിങ് ഡയമീറ്റർ എടുത്തത് അതിന് ബേസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു വിഡ്ത്ത് അറിയപ്പെടുന്ന പേരാണ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേർഡ് ഓർത്ത് വെക്കുക. കട്ടിങ് ആക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഡ്ത്തിനെയാണ് കർവ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. The next one, which type of heat treatment is used to get original grain structure. അപ്പോൾ ഒറിജിനൽ ഗ്രെയിൻ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകിൽ നോർമലൈസിങ് അല്ലെങ്കിൽ അനീലിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനായിട്ട് വരുന്നത് നോർമലൈസിങ് ആണ്. സോ നമുക്ക് ആൻസർ നോർമലൈസിങ് തന്നെയാണ് വരുന്നത്.
ദ നെക്സ്റ്റ് വൺ സീം വെൽഡിങ് ഈസ് എ. സീം വെൽഡിങ്ങിൻ്റെ ഫിഗർ നമ്മൾ നേരത്തെ കണ്ടു, ഇതിൻ്റെ മുന്നേയൊക്കെ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സീം വെൽഡിങ് എന്ന് പറയുന്നത് ശരിക്കൊരു പ്രഷർ ടൈപ്പ് വെൽഡിങ്ങിൽ വരുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ കറണ്ട് യൂസ് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ട് 2 വീൽ ഇലക്ട്രോഡിലാണ് കൊടുക്കുക. അപ്പോൾ വീൽ ഇലക്ട്രോഡ് വഴി കണ്ടിന്യൂസ് വെൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് സഹായിക്കും. ഈ ഒരു 2 വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റോളർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ ഈ 2 വീലിൻ്റെ ഇടയിലൂടെ ഷീറ്റ് മുന്നിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നു, വെൽഡിങ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സീം വെൽഡിങ്. അപ്പോൾ ഇതേപോലെ കണ്ടിന്യൂസ് വെൽഡിങ് അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്പോട്ട് വെൽഡിങ് അങ്ങനെയുള്ള വെൽഡിങ്ങൊക്കെ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് കണ്ടിന്യൂസ് വെൽഡിങ് പ്രോസസ്സാണ് സീം വെൽഡിങ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, എ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് റിക്വയർസ് എ ഫോട്ടോഗ്രാഫിക് ഫിലിം ടു ബി പ്ലേസ്ഡ് ഓൺ ദ സൈഡ് ഓഫ് ദ ജോയിൻറ്റ് ടു ബി ടെസ്റ്റഡ്. വാട്ട് ഈസ് ദ ടെസ്റ്റ്? ഇവിടെ ആൻസർ വരുന്നത് റേഡിയോഗ്രാഫിക് ടെസ്റ്റാണ്. ഇവിടെ നമുക്ക് റേഡിയോഗ്രാഫിക് ആ ഒരു അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു സോഴ്സ് ആദ്യം വരുന്നുണ്ട്, പിന്നെ ഒരു ഫിലിം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പ്രൈസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ്, അതായത് ഇവിടുന്ന് സോഴ്സിൽ നിന്നും റേഡിയോഗ്രാഫിക് റേസ് വരും, അത് ഈ ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്യും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് അടിയിലുള്ള എക്സ്ട്രാ ഷീറ്റിൽ ഫോം ആവും. അപ്പോൾ അങ്ങനെയാണ് അത് വർക്കാവുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോട്ടോഗ്രാഫിക് ഫിലിം യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണെന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ റേഡിയോഗ്രാഫിക്കിലാണ് ആ ഒരു ഫിലിം യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ, വെൽഡിംഗ് ട്രാൻസ്ഫോമേഴ്സ് ആർ എക്വിപ്ഡ് വിത്ത് എ നോൺ കണ്ടൻസർ with condenser so as to option A current factor, option B energy factor, option C voltage factor, option D power factor. അവിടെ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസുകളാണ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ. അപ്പോൾ ഈ കപ്പാസിറ്റർ കണ്ടൻസർ എന്ന് പറയുന്നതൊക്കെ സെയിം എലമെൻ്റ് തന്നെയാണ്. രണ്ടാമത്തത് സിങ്ക്രണസ് കണ്ടൻസർ ആൻഡ് തേർഡ് വൺ ഫേസ് അഡ്വാൻസർ. നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് സിങ്ക്രണസ് കണ്ടൻസറാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ആ ഒരു കണ്ടൻസർ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പവർ ഫാക്ടർ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ ആൻസർ ഡിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൽഡിംഗ് ട്രാൻസ്ഫോമേഴ്സ് ആർ എക്വിപ്ഡ് വിത്ത് കണ്ടൻസേഴ്സ് സോ ആസ് ടു പവർ ഫാക്ടർ ഇംപ്രൂവ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വെൽഡർ റിലേറ്റഡ് MCQ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മുമ്പൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോസ് നോക്കുക. അതേപോലെ വെൽഡർ സീരീസിൻ്റെ പാർട്ട് 6 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 5 വീഡിയോസും നിങ്ങൾക്ക് ചാനലിൽ അവൈലബിൾ ആവും. സോ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.